ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് കുടംപുളിയുടെ തേങ്ങ അരച്ച് വെച്ച മീൻകറിയുടെ റെസിപ്പിയാണ്. ഇനി മീൻകറി വെക്കുമ്പോഴേ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണിത്. അപ്പോൾ ഇനി നമുക്ക് മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി കൂടി ചേർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഫുള്ള് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി തണിഞ്ഞതിന് ശേഷം ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 3 ചെറിയ കുടംപുളി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു കുടംപുളിയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം ഗ്രേവി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കാം, മീൻ പൊടിയാതെ. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചതിന് ശേഷം. അങ്ങനെ നമ്മുടെ കുടംപുളി ഇട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെക്കാം. നിങ്ങൾ എന്തായാലും ഈ മീൻകറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്. ബൈ.